ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കളിക്കാൻ പോകുന്നത് ഒരു വീടുണ്ടാക്കുന്ന ഗെയിമാണ്. അപ്പം നമുക്ക് വീഡിയോയിലൊക്കെ പോവാം. ഞാനത് പകുതി ഉണ്ടാക്കി വെച്ചിരിക്കണേ. ഇനി ഏത് ഭാഗമുള്ളതെന്ന് അറിയില്ല. ആദ്യം തന്നെ ഇവിടുന്ന് പേസ്റ്റ് എടുത്ത് പോകും. കുറച്ച് ചെയ്ത് വെച്ചോണ്ട് ഇനി ഏത് ഭാഗം ഇടുന്നുള്ള ഓർമ്മയില്ല. ഈ കാണുന്നതാണ് എൻ്റെ ഒരു ഡൗട്ട്. ഞാൻ അതുവരായിട്ടും മോളിക്ക് കയറിയിരിക്കണേ, പക്ഷേ മോളിത്തേലല്ല ഇനി നമുക്ക് പണിയുള്ളത്. നമുക്ക് നോക്കണം ഇവിടെ. അതെനിക്ക് മറന്നുപോയി. ഇനി നമുക്കുള്ള ഭാഗം എന്ന് വെച്ചാല് ഇനി ലാസ്റ്റ് ഈ വീടിന്റെ പണിയൊക്കെ കഴിയുമ്പോഴാണ് ഞാൻ മറ്റേ പച്ച കളറുള്ള കാണാൻ പറ്റുക, അല്ല യെല്ലോ കളറുള്ളത് നമുക്ക് റെഡിയാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഈ ഗ്രീനുമ്മ നിന്നാൽ മാത്രം മതി, അപ്പം അത് തനിയെ വരും. ഒരു റൂമിന്റെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞതാണ്. ഇനി എനിക്ക് റെഡി വട്ടം വെച്ചതാണ്, കാരണം ഞാൻ വെക്കുന്നില്ല. ഇങ്ങനെയുള്ളത് വാഷ്റൂമാണ്. റെഡിയാക്കാനുള്ള വാഷ്റൂമാണ്. അപ്പൊ നമ്മൾ ആ റൂം ഫിനിഷ് ആയിക്കണം. ഇനി നമുക്ക് ഏതൊക്കെ റൂമാണുള്ളത് നോക്കണം. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്ഥലമുണ്ട്, അവിടെ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഏകദേശം കഴിഞ്ഞിരിക്കണം ആ ഭാഗത്തൊക്കെ ഉള്ളത്. നോക്കാം. ഏത് ഭാഗമെന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ, കാരണം എനിക്കും കൂടി അറിയില്ല അത് എത്ര റൂം ഉണ്ടെന്നൊന്നും. ഭാഗത്ത് എന്തോ ഒരു പൂളുണ്ട് ഈ ഭാഗത്ത്. ഇവിടെ മഴൻ്റെ ഒച്ച പോലെയാണ്. പിന്നെ ഇവിടെ കുറേ ഫിഷിൻ്റെ രംഗങ്ങളുണ്ട്. നമുക്ക് പുറത്ത് പോയി നോക്കാം.
ഇനി പോയി പൈസ എടുക്കാം നമുക്ക്. അത്യാവശ്യത്തിനുള്ളത് അയക്കണ എന്നാ തോന്നുന്നത്. നമുക്കിനി പോയി നോക്കാം. ഈ കൂടി ഞാനൊന്ന് ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ പണി കഴിഞ്ഞിട്ടില്ല, എന്നാലും ഞാൻ ഫുള്ളായിട്ട് വെച്ചിട്ട് കാണിച്ചു തരാം. ഫുള്ളായിട്ട് ഫുൾ വശം കാണണമെങ്കിൽ ഇവിടെ ഈ ഭാഗത്തായിട്ട് കുറേ മലകളുണ്ട്. അതായത് ഏതെങ്കിലും ഒരു മലന്റെ മുകളിലേക്ക് നമ്മൾ പോയാലാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതിന്റെ ഫുൾ പോർഷൻ അപ്പുറത്തന്നെ കടയിലുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ വീടിന്റെ ഫുൾ വശം. ആണെന്നുണ്ടെങ്കിൽ ഇതാണ്. ഇവിടെ തന്നെയാണ് ഈ ഫസ്റ്റ് വരുന്നോട്ട് തന്നെയാണ് പൈസ വെക്കണ ഭാഗം കേട്ടോ. നമുക്ക് എന്തായാലും വന്നില്ല, കുറച്ചും കൂടി പൈസ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ പോവാം. പോകുമ്പോ ഈ സൈഡിലേക്കായിട്ട് ജസ്റ്റ് ഒരു കട്ട പോലെ ഒരു സാധനം വെച്ചിക്കണേ. എന്താ പറയാന്നുള്ള കാര്യമില്ല. പിന്നെ ഈ ഭാഗത്തായിട്ടൊരു ഒരു ജസ്റ്റ് ഒരു കളിക്കണ പോലെ ജിമ്മിൻ്റെ ഒക്കെ ഒരു പോലത്തെ കുറച്ചൊക്കെ സാധനങ്ങൾ വെച്ചിക്കണം. എന്താ സാധനങ്ങളൊന്നും അറിയില്ല, എന്തൊക്കെയാ വെച്ചിക്കണം. പിന്നെ ഈ ഭാഗത്തായിട്ട് കുറച്ചൊരു കുഞ്ഞൊരു പൂള് പോലെയാണ്, രവി പോലെയാണ്. അങ്ങനെ പോവും. എന്നിട്ട് അവിടെയാണ് അവസാനിക്കുക. അപ്പം അവിടെ അത് ഞാൻ ഈ ഫ്രണ്ടിൽ കൂടി എന്നിട്ട് ഞാൻ കാണിച്ചു തന്നെ. ഇത് നമ്മൾ കയറി വരുമ്പോ തന്നെ വലിയൊരു ഡോറാണ്. ഇത് കാണുന്നുണ്ടോന്ന് എനിക്ക് അതിന് മുന്നേ ഈ ഭാഗത്തായിട്ട് കുറച്ച് പൂളുകളുണ്ട്. കുറച്ച് നല്ല ഈ പൂളിലേക്ക് ചാടിയത് എനിക്കൊരു വട്ടം ഓർമ്മയുണ്ട്, ഇറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. പിന്നെ ഒരു ഈ ഭാഗത്തും സെയിം പൂൾ തന്നെയാണ്. പിന്നെ ഈ ഭാഗത്ത് ഡോറാണേ. ഈ ഭാഗത്തെന്താ ഇതൊക്കെ ഇപ്പൊ ഷൂറേക്കോളുണ്ട്. പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ആ ഭാഗത്ത് എത്രയൊക്കെ ഉണ്ടല്ലോ അവിടെയുള്ള ചവിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ കൗണ്ടി ഈ സൈഡിലേക്ക് പോവാം. ഈ സൈഡിൽ ഇവിടെ നമ്മൾ 2 ഫ്രെയിം കൊടുത്തിക്കണേ ഈ ഭാഗത്ത്. പിന്നെ ഈ ഭാഗത്ത് എന്തോ നമുക്ക് ഒരു കോയിന് പോലത്തെ സാധനം കൊടുത്തിക്കണേ. പിന്നെ ഇവിടെ ഒരു ചെടിച്ചട്ടി കൊടുത്തിക്കണേ. പിന്നെ ഒരു സോഫ അങ്ങനെ എന്തോട്ടുള്ളതൊന്ന് കൊടുത്തിക്കണേ. സോഫ പിന്നെ ടേബിള്. പിന്നെ ഇവിടെ എന്തോ ഒരു വലിയൊരു ഫ്രെയിമും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ആയിട്ടൊരു ഹോൾസിൻ്റെ ഒരു സാധനം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ കയറി വരുന്ന ഈ ഒരു റൂമിലേക്കാണ്. റൂമെന്ന് പറയാനൊന്നും പറ്റൂല. അപ്പോൾ ഇവിടേക്ക് കയറി എന്നാൽ ഇതാ നമ്മൾ നേരത്തെ കണ്ടില്ല ആ പൂളിൻ്റെ ഭാഗത്തും പുളിക്ക് ഞാൻ ഇറങ്ങണില്ല. ഇനി കയറാൻ നല്ല പണിയാണ്. അവിടെ ഒരു സോഫയും കൊടുത്തിക്കണം. പിന്നെ ഇവിടെ നിൽക്കാൻ പോവാം. പിന്നെ ഇവിടെ ഗെയിം സെക്ഷൻ ഉണ്ട്. പിന്നെ ഉള്ളത് ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള സാധനങ്ങളുണ്ട്. ഒന്നും വാങ്ങിച്ച് വെച്ചിട്ടില്ല. പിന്നെ ഇവിടെ ലൈറ്റ് അത് ഇതൊക്കെ ഉണ്ട്. ഒരു ഫ്രെയിമുണ്ട്. ഇതവിടെ ഉണ്ട് ഒരു ഫ്രെയിം.
നമ്മൾ നേരെ പോണ ഞാൻ പറഞ്ഞല്ലോ, നമ്മള് നമ്മളൊരു പൂള് കണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിക്കണ, അതാണ് ഇത്. ഈ ഭാഗമാണത്. ഇത് ഈ 1 2 എന്ന് എഴുതിയത് എന്താന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ മോളിക്ക് കയറിക്കുന്നു. ഇവിടുന്ന് മോളിലേക്ക് 2 ഭാഗത്ത് മോളിലോട്ടേക്ക് പോകാനുള്ള സ്റ്റെപ്പ് ഉണ്ട്. ഇവിടെ നിന്നൊക്കെ കയറി വരുമ്പോൾ തോന്നണത് ഒരു തിയേറ്റർ എന്നാണ് തോന്നണത്. പക്ഷെ ഇത് തിയേറ്റർ അല്ല എന്നൊക്കെ തോന്നുന്നു, അറിയത്തില്ല. പിന്നെ അവിടെ കുറച്ച് കാര്യങ്ങൾ ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ ചെയ്യാണ്ട് നമുക്ക് നേരെ ഇനി വേറെ എടുക്കുമ്പോൾ ഫാനിടുക. അപ്പൊ ഈ ഭാഗത്തൊരു പൂൾ തന്നെയാണ്. ഈ ഭാഗത്ത് എനിക്ക് തോന്നുന്നത് നമ്മൾ ആരും കണ്ടില്ല, ആ ഭാഗത്തുള്ള സാധനങ്ങൾ പൂൾ തന്നെയാണ്. നേരം കണ്ട് വരുന്നുള്ളൂ. നമുക്ക് അവിടെ ടൈലൊക്കെ ഇട്ടുകൊണ്ട് അറിയത്തില്ല. അവിടെ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ, കാണുന്ന വെള്ളച്ചാട്ടം നല്ല സൗണ്ടാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഞാൻ പോവുക. 2 വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, ഒരു വെള്ളച്ചാട്ടം പോവുക. ഇവിടെ 2 കസാര ഉണ്ട്, ഒരു തെങ്ങിന്റെ പുറത്തുണ്ട്. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം പോലെ ഒരു ബെഡ് വെറുതെ കെട്ടി വെക്കണം. പിന്നെ നമ്മള് വന്നില്ലേ, ആ കയറി വരുന്നിടത്തേക്ക് തന്നെ ഈ ഭാഗത്ത് കയറ്റി നമുക്ക് വരും ചെയ്യട്ടോ. ഞാൻ കാണിച്ചു തരാം, പോകാനൊക്കെ പറ്റും. പിന്നെ ഈ ഭാഗത്ത് വരുമ്പോൾ ജിമ്മിന്റെ സെക്ഷനാണ്. കുറെ ജിമ്മിന്റെ സാധനങ്ങൾ വെച്ചിരിക്കണ്. ഇതിൽ വേണമെങ്കിൽ നമ്മളിങ്ങനെ വലിഞ്ഞു കയറണം. ആണ് വേണ്ട, നമുക്ക് വലിഞ്ഞു കയറണം. ആവൃത്തിക്കൊള്ളിയ നേരെ പോവാം. ഇവിടെ എന്തോ ഒരു സോഫ അങ്ങനെ എന്തോട്ടം കൊടുത്തിരിക്കണേ. അപ്പൊ നമുക്ക് ഈ ഭാഗത്ത് തന്നെ ഡോർ വരാണ്ട്. പിന്നെ ഈ ഭാഗത്ത് എന്തോ ഒരു നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഈ ഭാഗത്തുള്ള നമ്മളെ ഇതേ എന്താണ് പുളിന്ന് നേരെ വരുന്ന വെള്ളം അടിയിക്കാണ് പോവുക. അടിയിക്കണമെങ്കിൽ കാണിച്ചു തരാം. അടിയിക്ക് പോകണം. ഇവിടെ എന്തോ പച്ച കളർ ഉണ്ടായിരുന്നു, ഞാൻ വേറായിട്ടും കണ്ടിട്ടില്ലേ. അപ്പൊ അവിടെ എന്തോട്ടം പണിയാണ്ട്. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞ് വരുമ്പോ നമ്മള് നേരെ പോയി സൈഡിലേക്കാണ്. ഞാൻ സൈഡിലേക്ക് പോയി കഴിഞ്ഞാ ഇവിടെ അങ്ങനെ ഒരു സാധനം സെറ്റ് ആക്കിയിരിക്കണേ. പിന്നെ ഈ ഭാഗത്ത് ആ ഭാഗം കാണിച്ചെന്നല്ലോ, നമ്മള് കയറി വരുന്ന ഭാഗത്തൊരു ഇതുണ്ട്, അതന്നെയാണ് അതും. പിന്നെ ഇവിടെ എന്തോട്ടൊന്നുണ്ട്, എന്തോ എല്ലായിടത്തും ഒരേപോലത്തെ സോഫയാണ്. ഇവിടെ പൈസ ഒക്കെ വെച്ചിരിക്കണേ. അപ്പോ ഈ ഭാഗത്ത് ജെല്ലി ഫിഷ് അങ്ങനെ കുറെ ഫിഷുകളുണ്ട്. നമുക്ക് നേരെ ഈ ഭാഗത്ത് ഒന്നുമില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഇനി നെക്സ്റ്റ് ഈ ഭാഗത്ത് വരാം. അപ്പോ ഇനി നമുക്ക് മുകളിൽ കയറിയിട്ട് നോക്കാം. അവിടെ എന്തോ വന്നിക്കണേ. പിന്നെ അവിടെ ഞാൻ പറഞ്ഞല്ലോ അടിക്കുള്ള സാധന, അപ്പൊ അവിടെ ഒന്ന് ഫിനിഷ് ചെയ്യാണ്ട്. അപ്പോ ഇന്നത്തെ ഇത്രക്കുള്ളൂ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ പാർട്ട് 2 വേണമെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ളൂ. ടാറ്റാ.